ഓക്കെ, ഇന്നത്തെയുള്ള സംഭവത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4 പേരെയാണ് കസ്റ്റഡിയിലുള്ളത്. അപ്പോൾ 12 പേരെ വളരെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പേര് നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഒരു മനോജ്, ജീവൻ, ശ്രീജിത്ത് ആൻഡ് ഷാഹിൻ. ഈ 4 പേര് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. അവർ ഡയറക്റ്റായിട്ട് ഈ ആക്രമിച്ച കാര്യത്തിൽ അവരുടെ പങ്കുണ്ടായിരുന്നു. എല്ലാ വീഡിയോ ഫുട്ടേജിൽ അവർ കാണുന്നുണ്ട്. നിലവിൽ അവർ കസ്റ്റഡിയിലുണ്ട്. കുറച്ച് പേര് കസ്റ്റഡി കൂടി കിട്ടാനുണ്ട്. കുറച്ച് പ്രതികൾ കൂടി നമുക്ക് കിട്ടാനുണ്ട്. അവർ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ട് കസ്റ്റഡി വാങ്ങും. മ്യൂസിയം സ്റ്റേഷനിലാണ് നമുക്ക് കേസ് എടുക്കണം. മ്യൂസിയം സ്റ്റേഷനിൽ ചെയ്യാം. അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പാർട്ടി ഓഫീസിന് അകത്ത് കയറിയിട്ടില്ല ഇതുവരെ. അത് സംശയിക്കുന്ന ബേസിസിൽ നമ്മൾ സസ്പീഷൻ ബേസിസിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പ്രതി കിട്ടാൻ വരെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കും, സെർച്ച് ഉണ്ടായിരിക്കും, എല്ലാ നടപടിക്രമങ്ങളും. അത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നടപടിയെടുക്കാം. നിലവിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് 12 പേരെ മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷാഹിൻ. അത് പറയാൻ പറ്റില്ല. അകത്ത് നമ്മൾ പറയാൻ പറ്റില്ല. പ്ലീസ്, അത് പറയാൻ പറ്റില്ല. ഓബിയസ്ലി നമുക്ക് ഫുൾ ഫോഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഫുൾ ഫോഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ നിൽക്കുകയാണ്. അത് ആസ് പെർ ലീഗൽ പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്ത് നമുക്ക് പിടിക്കാൻ അങ്ങനെയൊന്നുമല്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു വർക്കിന് പോകുമ്പോൾ തടസ്സാൻ പാടില്ല, അത് ആക്രമിക്കാൻ പാടില്ല. അത് വളരെ മോശമാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. അതുകൊണ്ട് നമ്മുടെ ഇല്ല, നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു, ഫുൾ ലൈസൻസും കൂടി ഉണ്ടായിരുന്നു. പരിശോധിക്കുക ഉണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും പരിശോധിക്കാം. പക്ഷേ ആക്രമിക്കാൻ പാടില്ല. അത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല, അവരുടെ പ്രൊസീജിയർ എന്താണ്, അവരുടെ രീതിയിൽ ചെയ്തത് നമുക്ക് പിന്നെ മനസ്സിലായത് കൊണ്ട് ഫുൾ ഫോഴ്സ് പ്രൊട്ടക്ഷൻ കൊടുത്തത്. അത് എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ മേ ബി നിലവിൽ നമുക്ക് 12 പേര് ഐഡൻറ്റിഫൈഡ് ആണ്. ഇനിയും ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.